കേരളത്തിന്റെ സഹിഷ്ണുതയെ പ്രകീർത്തിച്ച രാഷ്ട്രപതി കേരളത്തിന്റെ സഹിഷ്ണുതയും സാർവലൗകികതയും രാജ്യത്തിന് മാതൃകയാണെന്ന് രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി പറഞ്ഞു. എല്ലാ പാരമ്പര്യങ്ങളെയും സംസ്കാരങ്ങളെയും സ്വാഗതം ചെയ്യുന്നതാണ് ഇന്ത്യയുടെ ചരിത്രം. മുസ്രിസ് പദ്ധതി പൂർണ്ണമാകുന്നതോടെ ഇന്ത്യ കടൽ വ്യാപാര രംഗത്ത് അജയ്യമായ ശക്തിയാകുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യയിലെ ബൃഹത്തായ മൂന്നാമത്തെ പൈതൃക പദ്ധതിയും സംസ്ഥാനത്തെ ആദ്യ ഹരിത പദ്ധതിയുമാണ് മുസിരീസ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തിൽ 94 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതിയുടെ ആദ്യഘട്ടത്തിന്റെ പൂർത്തീകരണം. കേരളത്തിന്റെ സഹിഷ്ണുതയും സാർവലൗകികതയും രാജ്യം മാതൃകയാക്കണമെന്ന് പദ്ധതിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. മുസിരീസ് പൂർത്തിയാകുന്നതോടെ ഇന്ത്യ കടൽ വ്യാപാര മേഖലയിലെ ഒന്നാം ശക്തിയാകും. I hope the project will spread the message of Indian cosmopolitanism far and wide, adding thereby to India's soft power across the world. 3000-ലധികം വർഷങ്ങളുടെ ചരിത്രം അനുമാനിക്കുന്ന മുച്ചിരി പട്ടണത്തിന്റെ വീണ്ടെടുപ്പാണ് മുസിരീസ് എന്ന പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. വൈപ്പിൻ മുതൽ ഏറിയാട് വരെയുള്ള പൈതൃക കേന്ദ്രങ്ങളുടെ സംരക്ഷണം പദ്ധതിയിലൂടെ ഉറപ്പുവരുത്തുന്നു. 29 മ്യൂസിയങ്ങളും പൈതൃക കേന്ദ്രങ്ങളുമാണ് പൂർത്തിയാക്കുന്നത്. യുനെസ്കോയുടെ സഹകരണത്തോടെ 41 രാജ്യങ്ങളിലേക്കുള്ള പുരാതന സുഗന്ധവ്യഞ്ജന പാതയുടെ വീണ്ടെടുപ്പാണ് അടുത്ത ഘട്ടം. ഇതോടെ ടൂറിസം മേഖലയിൽ മുസിരീസ് പകരം വയ്ക്കാനില്ലാത്ത ഇടമാകും. റിപ്പോർട്ടർ, തൃശൂർ.